നമസ്കാരം, വെൽക്കം ടു പിറ്റ് സ്റ്റോപ്പ്. നമ്മൾ ഇന്നുള്ളത് ഏറ്റവും പുതിയ 2020 ടാറ്റ നെക്സോണോട് കൂടിയിട്ടാണ്. സോ നെക്സോണിൻ്റെ BS6 2020 വേരിയൻ്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്ലെയിം റെഡ് ആണ് ഈ കളറിൻ്റെ പേര്. ശരിക്കും ഈ കളറാണ് ഏറ്റവും അടിപൊളി നെക്സോണിൽ കാണാനായിട്ട്. അതൊരു റെഡും അല്ല, ഒരു ഓറഞ്ച് ഷെയ്ഡും ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ വിശേഷങ്ങൾ, ഇതിൻ്റെ ഒരു ക്വിക്ക് ഡ്രൈവ് റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. സോ നെക്സോൺ എല്ലാവർക്കും അറിയുന്നൊരു വെഹിക്കിളാണ്. പുതിയ നെക്സോണിൽ എന്തൊക്കെയാണ് ചേഞ്ചസ്, എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ്, എങ്ങനെയൊക്കെ ഉണ്ട് ഫീലിംഗ്, എങ്ങനെയൊക്കെ ഉണ്ട് ഓടിക്കാൻ എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ റിവ്യൂവിൽ കാണാൻ പോകുന്നത്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നമ്മളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജസ് കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. സോ നമുക്ക് നെക്സോണിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശേഷങ്ങളിലോട്ട് കിടക്കാം. സോ ഇതിൻ്റെ എക്സ്റ്റീരിയർ ചേഞ്ചസും കാര്യങ്ങളും നമുക്കൊന്ന് പെട്ടെന്ന് കവർ ചെയ്യാം. സോ ഫസ്റ്റ് തിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് പിയാനോ ബ്ലാക്ക് ഒരു എന്താ പറയുക പാനൽ വരുന്നുണ്ട്. ഈ ഒരു ഗ്രില്ല് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ നേരത്തെ ഒരു ഹണികോം ഗ്രിൽ ടൈപ്പ് ഓഫ് ഡിസൈൻ ആയിരുന്നു. അത് മാറ്റിയിട്ട് ഇപ്പോൾ പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. കുറച്ചുകൂടെ റോഡ് പ്രസൻസ് കൂടുന്നുണ്ട്, കുറച്ച് പ്രീമിയംനെസ് ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെക്സോണിൻ്റെ ഇലക്ട്രിക് നെക്സോണിലാണ് നമുക്ക് ഈ ഒരു, അതും ബ്ലൂ ആ വരുന്നത്. ഇവിടെ അതേ ഒരു സോർട്ട് ഓഫ് ഡിസൈൻ വരുന്നുണ്ട്, പക്ഷെ അത് ബ്ലാക്ക് പാനൽസിലാണ് വരുന്നത്. എല്ലാ വേരിയൻസിലും ഇങ്ങനെ തന്നെ വരുന്നത്. ലോവർ വേരിയൻസിൽ മേ ബി ഗ്രില്ലിലോട്ടോ വേറെ ഇതിലോട്ടോ മാറും. പക്ഷേ ഇത് നീറ്റായിട്ടുണ്ട്, പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാണാൻ നീറ്റായിട്ടുണ്ട്. ഈ പെയിൻറ്റ് ജോബ് എൻ്റെ ഫേവറേറ്റ് ആണ്. അതിൻ്റെ താഴെ തന്നെ ഇവിടെ ഒരു ക്രോമിൻ്റെ ഒരു എലമെൻറ്റും കൂടെ വരുന്നുണ്ട്. ഇത് കുറച്ച് എന്താ പറയുക അപ്പീലിംഗ് ആണ്. അതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ താഴോട്ട്, അതായത് താഴത്തെ ഫെൻഡേഴ്സും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ ഇവിടെ ഒരു സിൽവർ ഫിനിഷ് വരുന്നുണ്ട്. ഇവിടെയും സിൽവർ ഫിനിഷ് വരുന്നുണ്ട്. ബ്ലാക്കും സിൽവറും ഫിനിഷും മിക്സ് ആയിട്ടാണ് വരുന്നത്. ഇവിടെയാണ് നമ്പർ പ്ലേറ്റിൻ്റെ പോർഷൻ വരുന്നത്. പിന്നെ നമുക്ക് LED DRLs വരുന്നുണ്ട്, കാണാൻ സ്ട്രൈക്കിംഗ് ആണ്. അതുപോലെ തന്നെ നോർമൽ പ്രൊജക്ടർ ഹെഡ് ലാംപ്സാണ് വരുന്നത്. LED ഹെഡ് ലാംപ്സ് വരണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ നമുക്ക് ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. ഫോഗ് ലാംപ്സിന് ചുറ്റും ഇവിടെ ഒരു സിൽവർ ഫിനിഷ് കൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബമ്പറിൽ തന്നെ താഴെ ഈ ഒരു ബ്ലാക്ക് പോർഷൻ വരുന്നുണ്ട്. മുകളിലാണ് വേറെ ഒരു ബോഡി കളർഡ് പോർഷൻ വരുന്നത്. ഇതൊക്കെയാണ് ഫ്രണ്ട് എൻഡിൽ വരുന്നത്. പിന്നെ ഇവിടെ പാർക്കിംഗ് സെൻസർ നിങ്ങൾക്ക് കാണാൻ പറ്റും. നെക്സോണിൽ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നില്ല. റിയർ പാർക്കിംഗ് സെൻസേഴ്സ് വിത്ത് ക്യാമറയാണ് വരുന്നത്. ഇത് അഡീഷണൽ ആക്സസറി ആയിട്ട് ഡീലർഷിപ്പിൽ നിന്ന് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അത് ജസ്റ്റ് പറയണമെന്ന് തോന്നി. അതുപോലെ ഫ്രണ്ടിൽ ഇത്രയൊക്കെയാണ് എന്താ പറയുക നോട്ടീസബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് ഓട്ടോ സെൻസിങ്, റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ ഹെഡ് ലാംപ്സും വരുന്നുണ്ട്. ഇതൊക്കെയാണ് കംഫർട്ട് ഫീച്ചേഴ്സ് നമുക്ക് പറയാനുള്ളത്. ഇനി സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല 6 ആണോ 1 2 3 4 5 6 7 8 നല്ല അടിപൊളി അലോയ് വീൽസ് വരുന്നുണ്ട്. ഇതാണ് അലോയ് വീൽസിന്റെ ഡിസൈൻ ആയിട്ട് വരുന്നത്. നല്ല ടയേഴ്സ് ആണ്, പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ടയേഴ്സ് ആണ്. 215 60 R16 ടയേഴ്സാണ് വരുന്നത്. സോ 16 ഇഞ്ച് വീൽസ് പ്രൊപ്പോർഷനേറ്റ് ആണ്. അതുപോലെ 215 സെക്ഷൻ ആയത് കാരണം നല്ല എന്താ പറയുക വീതിയുള്ള ടയേഴ്സാണ്. ചങ്കി റബ്ബറാണ് എന്ന് തന്നെ പറയണം. പ്രത്യേകിച്ച് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കോമ്പാക്ട് SUVസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായത് കാരണം നമുക്ക് ഏത് റോഡിൽ വേണമെങ്കിലും നമുക്ക് ഓടിച്ച് പോകാൻ പറ്റും. അങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ടാറ്റ നെക്സോണിലും. അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈലിലോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും പിയാനോ ബ്ലാക്ക് ഫിനിഷ്, നമുക്ക് സൈഡ് മിറേഴ്സ് വരുന്നുണ്ട്. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ടാറ്റ നെക്സോണിൻ്റെ ഒരു ഡിസൈൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈ ആരോ ഡിസൈനാണ്. ട്രൈ ആരോ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 കളേഴ്സ് മിക്സ് ആയിട്ടാണ് വരുന്നത്. ഇത് ബോഡി കളറാണ്. ഇവിടെ വൈറ്റ് പാനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഫിനിഷും കൂടെ വരുന്നുണ്ട്. സോ ഇതൊരു കളർ തീമിലാണെങ്കിലും ഒരു ട്രൈ കളർ തീമാണ് വരുന്നത്. ഇതൊക്കെയാണ് ട്രൈ ആരോ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഇൻറ്റീരിയറിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എക്സ്റ്റീരിയറിൽ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. റൂഫ് ഇത് ഫുൾ ഓപ്ഷൻ ആയത് കാരണം റൂഫ് വൈറ്റാണ് വരുന്നത്. ഷാർക്ക് ഫിൻ ആൻറ്റിന വരുന്നുണ്ട്. ഒരു ചെറിയൊരു സൺ റൂഫും വരുന്നുണ്ട്. ഇതൊക്കെയാണ് സൈഡ് പ്രൊഫൈലുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ പുതിയ നെക്സോണിൽ കുറച്ചുകൂടെ എന്താ പറയുക ഡിസൈനിൽ ചെറിയ ലൈൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. മോഡിഫിക്കേഷൻസും കുറച്ചുകൂടെ കാണാൻ ബെറ്റർ ആയിട്ടുണ്ട് പഴയ നെക്സോണിനെക്കാളും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറകിലൊരു വൈപ്പർ വരുന്നുണ്ട്. ബ്രേക്ക് ലൈറ്റ്, റിയർ ലൈറ്റ് നമുക്ക് ട്രൈ ആരോ തീമിൽ വരുന്ന ഒരു LED ലൈറ്റ്സ് ആണ് വരുന്നത്. ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് LED ആണ്. അതുപോലെ തന്നെ ഇവിടെ നല്ല അടിപൊളി നെക്സോൺ ബാഡ്ജിങ് വരുന്നുണ്ട്. റിയർ വ്യൂ ക്യാമറ ഇവിടെ വരുന്നുണ്ട്. ഇവിടെയും ഒരു ബ്ലാക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷും ഇവിടെ ഒരു വൈറ്റ് ഫിനിഷും വരുന്നുണ്ട്. അതാണ് ഈ ട്രൈ ആരോ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് വേറെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബമ്പർ ഫിനിഷ് ഫ്രണ്ടിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാക്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര മോഡേൺ ആയിട്ട് തോന്നുന്നുണ്ട് ഈ ഒരു ഫിനിഷ്. ഈ ഒരു സിൽവർ ഫിനിഷും ബ്ലാക്കും ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ കുറച്ച് അട്രാക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ബ്രേക്ക് ലൈറ്റിൻ്റെ അവിടെയും ഇവിടെ നമുക്ക് ഒരു സിൽവർ ഫിനിഷും വരുന്നുണ്ട്. ഓവറോൾ നെക്സോൺ പണ്ടത്തേനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെയാണ് പുറകിൽ വരുന്ന ഡിസൈൻ. ഇനി ഇതിൻ്റെ ബൂട്ട് ഒന്ന് കാണിച്ചു തരാം. ബൂട്ട് നമുക്ക്
നല്ല ഡീസെന്റ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. 350 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. ഇങ്ങനെയാണ് ബൂട്ട് വരുന്നത്, ഫ്ലാറ്റ് ബൂട്ടാണ് വരുന്നത്. അതിന്റെ താഴെ നമുക്ക് ഒരു സ്പേസ് സേവറും കൂടെ വരുന്നുണ്ട്. ഇനി നമുക്ക് നെക്സോണിന്റെ ഇന്റീരിയേഴ്സ് ഒന്ന് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ നെക്സോണിന്റെ ഉള്ളിലാണ് ഉള്ളത്. നെക്സോണിന്റെ ഉള്ളിൽ കയറുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാറിന്റെ വിട്ട് കൂടുതലായത് കാരണം ഇന്റീരിയർ സ്പേസ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നല്ല സ്പേസ് എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഷോൾഡർ റൂമും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ബാക്കി കോമ്പാക്ട് SUVs കയറുമ്പോൾ അതൊരു ഡിഫറൻസ് ഫസ്റ്റ് ഇംപ്രഷനിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ട്രൈ ആരോ ഡിസൈൻ തീം ഇവിടെയും നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു ട്രൈ ആരോന്റെ ഒരുപാട് ഇങ്ങനെ കളറുന്ന എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതൊരു ഡിസൈൻ എലമെന്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഡാഷ്ബോർഡ് സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ഗ്രിപ്പ് ഉള്ള ഒരു രീതിക്കുള്ള ഒരു ഫിനിഷിംഗ് ആണ് വരുന്നത്. പിന്നെ ഇന്റീരിയേഴ്സിൽ മെയിനായിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡോർ പാഡ് എന്ന് വരാം. ഞാൻ ഡോർ പാഡിൽ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ ടോപ്പ് ആൻഡ് വേരിയന്റിൽ അതിൽ നമുക്കൊരു 3 ഫിനിഷിംഗ് ആണ് വരുന്നത്. പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് വരുന്നുണ്ട്, ബ്ലാക്ക് നോർമൽ പാനൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ വൈറ്റ് ഫിനിഷിങ്ങും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡോർ പാഡിൽ അംബ്രല ഹോൾഡർ വരുന്നുണ്ട്. അംബ്രല ഹോൾഡർ ദേ അവിടെയാണ് വരുന്നത്. അതുപോലെ തന്നെ നല്ല ഡീസെന്റ് ആയിട്ടുള്ള സ്പേസിങ്ങും വരുന്നുണ്ട്. നമുക്ക് ബോട്ടിൽ ഹോൾഡറും ഉണ്ട്. അതുപോലെ തന്നെ വേറെ ഇഷ്ടംപോലെ ഐറ്റംസ് നമുക്ക് അതിലോട്ട് വയ്ക്കാൻ പറ്റുന്ന അത്രയും സ്പേസിങ് വരുന്നുണ്ട്. അതാണ് നെക്സോണിന്റെ ഒരു സ്പെഷ്യാലിറ്റി. ഡോർ പാഡ് വളരെ ഡീസെന്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് എനിക്ക് ഈ ഒരു ഡാഷ്ബോർഡിന്റെ ലേഔട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഡിസൈൻ ചെയ്താൽ കൊള്ളായിരുന്നു എന്നാണ് തോന്നുന്നത്. കാരണം കാർ സ്പേഷ്യസ് ആണെങ്കിലും ഈ ഡാഷ്ബോർഡിൽ സ്പേസ് കുറച്ചുകൂടെ വേണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എസ്പെഷ്യലി ഇതിപ്പോൾ ഗിയർ ഞാനിപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇട്ടിട്ട് ഈ ഒരു ഇപ്പോൾ ഇവിടെ പെൻ ഡ്രൈവ് സ്ലോട്ട് ഇവിടെയാണ് വരുന്നത്. അതുപോലെ തന്നെ ചാർജിങ് പോയിന്റും പോർട്ടും ഇവിടെയാണ് വരുന്നത്. ഈ ഒരു സ്പേസ് ആക്സസിബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കണ്ടില്ലേ, കൈ അതിൻ്റെ ഉള്ളിലോട്ട് പോവില്ല. അങ്ങനെയുള്ളൊരു പ്രോബ്ലം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡ്രൈവ് മോഡ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു നോബ് വരുന്നുണ്ട്. ഇവിടെ സിറ്റി, ഇക്കോ, സ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് 3 ഡ്രൈവ് മോഡ്സ് ചേഞ്ച് ചെയ്യാനുള്ള നോബ് വരുന്നുണ്ട്. ഹാൻഡ് ബ്രേക്ക് ഇവിടെ വരുന്നത്. ഇവിടെയാണ് നമുക്കൊരു മൊബൈൽ ഹോൾഡർ വരുന്നത്. അതായത് മൊബൈൽ വെക്കാനുള്ള ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. വയർലെസ് ചാർജിങ് ഓപ്ഷൻ വരുന്നില്ല 2020 വേരിയന്റിൽ. അത് ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഡീലർഷിപ്പിൽ നിന്ന് അവർ വെച്ചിട്ടുള്ളത് ദേ ഇവിടെ ഒരു വയർലെസ് ചാർജിങ് ഓപ്ഷൻ, അതായത് അഡീഷണൽ ആക്സസറി ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെക്കുമ്പോൾ ഇവിടുത്തെ വ്യൂ ഒന്ന് നമുക്ക് ഡിസ്റ്റർബ് ആവുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 7-inch ടച്ച് സ്ക്രീനാണ് വരുന്നത്. 7-inch ടച്ച് സ്ക്രീനിൽ നാവിഗേഷൻ ഓപ്ഷൻ വരുന്നില്ല. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. നാവിഗേഷൻ ഓപ്ഷൻ വരുന്നില്ല. പിന്നെ നെക്സോണും ഒരു കണക്റ്റഡ് കാറാണ്. നമുക്ക് മൊബൈലുമായിട്ട് പെയർ ചെയ്യാൻ പറ്റും. മൊബൈലുമായിട്ട് പെയർ ചെയ്തിട്ട് കുറേ ഡീറ്റെയിൽസ് നമുക്ക് അതിലോട്ട് ചെയ്യാൻ പറ്റും. അതായത് ഹ്യുണ്ടായി അല്ലെങ്കിൽ കിയയിൽ വരുന്നത്ര ഓപ്ഷൻസ് വരുന്നില്ലെങ്കിൽ പോലും ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻസ് വരുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് അതുപോലെ തന്നെ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗാണ് വരുന്നത്. അതും സ്റ്റിയറിംഗിൽ തന്നെ നല്ല ഒരു സ്റ്റിച്ചിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത്. സ്റ്റിയറിംഗിലും നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടാത്ത വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ. കണ്ടില്ലേ, ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. നടുക്ക് നമുക്കൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഭയങ്കര ഒരു എന്തൊക്കെയോ ചെയ്തു വെച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് നേരത്തെയുള്ള അനലോഗ് ക്ലസ്റ്റർ ആയിരുന്നു. ഇതിനേക്കാളും നീറ്റായിട്ടുള്ള ഒരു ക്ലസ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ അനലോഗ് ക്ലസ്റ്റർ ആണെന്ന് തന്നെ പറയും. കാരണം ഇതിൽ എന്തൊക്കെയോ ചെയ്തിട്ട് ഭയങ്കര ഒരു തിരക്ക് പിടിച്ച ഒരു സ്പേസ് ആയിട്ടാണ് എനിക്ക് അത് തോന്നുന്നത്. അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. ഗിയർ ലിവർ ടോൾ ആണ്. സോ നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ഓരോ തവണയും ആ ഒരു ഫീൽ കിട്ടും. അതുപോലെ തന്നെ ഹാൻഡ് റെസ്റ്റ് കംഫർട്ടബിൾ ആണ്. ഹാൻഡ് റെസ്റ്റിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു അഡീഷണൽ ആക്സസറി ആയിട്ട് ഇവർ വെച്ചിട്ടുള്ളത് എയർ പ്യൂരിഫയർ. ഈ കാലത്ത് മസ്റ്റായത് കാരണം ബ്ലോ പങ്ക്റ്റിൻ്റെ എയർ പ്യൂരിഫയർ അഡീഷണൽ ആക്സസറി ആയിട്ട് ഇവർ വെച്ചിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റിൻ്റെ ഉള്ളിൽ ഡീസൻ്റ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇടാം. പക്ഷേ എന്നാൽ പോലും എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഒരു ലേഔട്ട് ഉണ്ടല്ലോ, അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഡിസൈൻ ചെയ്താൽ ഇഷ്ടംപോലെ സ്പേസ് ഇവിടെ കിട്ടും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ഡാഷ്ബോർഡ് ലേഔട്ട് ഒന്നും ചെയ്യാതെ ചെറിയൊരു മോഡേൺ ടച്ചസ് മാത്രം കൊടുക്കുന്നതിന് പകരം ഈ ഡാഷ്ബോർഡ് ലേഔട്ട് 2020 വേരിയന്റിൽ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് വരുന്നത്. അതുപോലെ തന്നെ സീറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. ഫ്രണ്ടിൽ ഹെഡ് റൂം എനിക്ക് ഫസ്റ്റ് ഇരുന്നപ്പോൾ കുറച്ച് കുറവായി തോന്നി. പക്ഷേ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് ആയത് കാരണം ഹെഡ് റൂം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സൺറൂഫ് വരുന്നുണ്ട് ഇവിടെ. സീറ്റ്സ് വൈഡും കംഫർട്ടബിൾ ആണ്. സീറ്റിൽ തന്നെ നമുക്കൊരു വൈറ്റ് സ്റ്റിച്ചിങ്ങും കൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പേസ് ആണ് നമുക്കിതിൽ മെയിനായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മെയിനായിട്ട് പുതിയൊരു ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ
എക്സ്പ്രസ് കൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. AC നമ്മളിപ്പോൾ ഒരുപാട് ടെമ്പറേച്ചർ ഉള്ള ഒരു ടൈമാണെന്നുണ്ടെങ്കിൽ എക്സ്പ്രസ് കൂൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, 1 മിനിറ്റോ 2 മിനിറ്റോ തന്നെ പെട്ടെന്ന് കൂളാവുന്നുണ്ട്. അത്രയ്ക്ക് പവർഫുൾ AC ആണ് എന്ന് തന്നെ പറയണം. ഇതൊക്കെയാണ് ഫ്രണ്ട് റോയിൽ എനിക്ക് പറഞ്ഞു തരാനുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഓവറോൾ എനിക്ക് ഇതിന്റെ എന്താ പറയുക ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു. ഏത് പോർഷനിൽ നിങ്ങൾ തൊട്ട് നോക്കിയാലും ക്വാളിറ്റി ഫീൽ ചെയ്യാൻ പറ്റും. സ്ട്രോങ് ബിൽഡ് പ്രസൻസും സ്ട്രോങ് ബിൽഡ് ക്വാളിറ്റി ഒക്കെയാണ്. പക്ഷേ ഡാഷ്ബോർഡ് ലേഔട്ട് കുറച്ച് ബെറ്റർ ആയിട്ട് ചെയ്യാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നമുക്ക് സെക്കൻഡ് റോയിലോട്ട് പോവാം. നെക്സോണിന്റെ ഉള്ളിലോട്ട് കയറിയിട്ട് ഫ്രണ്ട് സീറ്റ് എൻ്റെ കോൺഫിഗറേഷനിലാണ് വെച്ചിട്ടുള്ളത്. എൻ്റെ കോൺഫിഗറേഷനിൽ ഭയങ്കര ലോ ആയിട്ടും ഏറ്റവും പുറകിലോട്ടും എൻ്റെ കോൺഫിഗറേഷനിൽ വെച്ചിട്ട് പോലും, അതായത് 6 ഫീറ്റ് ആളുടെ കോൺഫിഗറേഷനിൽ വെച്ചിട്ട് പോലും അടിപൊളി ലെഗ് റൂം വരുന്നുണ്ട്. കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. കണ്ടില്ലേ, കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ കാര്യം. 3 ആൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും വിത്തുള്ള കാറായത് കാരണം. അതാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ്. പ്രോപ്പർ 5 സീറ്റർ ആണ് എന്ന് തന്നെ പറയാം. പിന്നെ അതുപോലെ വേറെ പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹെഡ് റൂം കുറച്ച് ടൈറ്റാണ്. കണ്ടില്ലേ, കുറച്ച് ഹൈറ്റുള്ള ആളുകൾ പുറകിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഹെഡ് റൂം ടൈറ്റാണ്. അതൊരു വലിയൊരു പോയിന്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഇതെങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കറക്റ്റ് തല മുട്ടുന്ന പോലെ ആവും. നമുക്കതൊരു ടൈറ്റ് ഫീലിംഗ് കിട്ടും. സോ അത് ഹൈറ്റുള്ള ആളുകൾ പുറകിലിരിക്കും, അതൊരു പ്രോബ്ലം വരും. 2 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല കുഷൻഡ് ആയിട്ടുള്ള സീറ്റ്സ് ആണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഡീസൻറ്റ് ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് വിത്ത് കപ്പ് ഹോൾഡേഴ്സ്. പക്ഷേ ഇതിൽ മിസ് ചെയ്യുന്ന കാര്യങ്ങളുടെ കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇതൊരു ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. എന്നാൽ പോലും സീറ്റ് ബാക്ക് പോക്കറ്റ്സ് വരുന്നില്ല. ഈ മാനുഫാക്ചറേഴ്സിന് സീറ്റ് ബാക്ക് പോക്കറ്റ്സ് ആഡ് ചെയ്യാൻ എന്താ ഇത്ര ഒരു സങ്കടം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊരു പ്രോബ്ലം തന്നെയാണ്. അതുപോലെ തന്നെ ഡുവൽ AC വെൻസ് വരുന്നുണ്ട്. കൂളിംഗ് അടിപൊളിയാണ് കേട്ടോ, പെട്ടെന്ന് കൂളാവും. സീറ്റ് ബാക്ക് പോക്കറ്റ്സ് വലിയൊരു മിസ്സാണ്. ഹെഡ് റൂം കൂപ്പേ ലൈക്ക് ഡിസൈൻ ചെയ്ത കാരണമാണ് ഹെഡ് റൂം കുറച്ച് ടൈറ്റ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ നെക്സോൺ നമ്മൾ ഓടിക്കാൻ പോകുമ്പോൾ ഫസ്റ്റ് തിങ് എനിക്ക് പറയാനുള്ളത്, അടിപൊളി സീറ്റിംഗ് പൊസിഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റും ആയത് കാരണം. അതുപോലെ തന്നെ ഈ വ്യൂ വന്നിട്ട് ഭയങ്കര എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. പക്ഷേ ഈ ഒരു സംഭവം ഇത് അഡീഷണൽ ആക്സസറി ആണ്. ഇതില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നേ. ഇത് ഡീലർ ഫിറ്റ് ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ട് അത് നമുക്ക് റിമൂവ് ചെയ്ത് വെക്കാൻ പറ്റും ഏത് സമയത്ത് വേണമെങ്കിലും. പിന്നെ അതുപോലെ തന്നെ കൂൾഡ് ഗ്ലൗ ബോക്സാണ് വരുന്നത്. അത് വലിയൊരു കാര്യമാണ്. കൂൾഡ് ഗ്ലൗ ബോക്സിൽ കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട്. നമുക്ക് അഡീഷണലി കുറച്ച് എന്താ പറയുക ഹോൾഡേഴ്സ് വരുന്നുണ്ട്, കുറച്ച് ഐറ്റംസ് വെക്കാനായിട്ട്. അത് യൂസ്ഫുൾ ആണ് എന്ന് തന്നെ പറയണം. സോ ടോൾ ഗിയർ ലിവർ വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് വെഹിക്കിൾ ഒന്ന് ഓടിച്ചോട്ടെ. സോ ഇതൊരു ഡീസൽ വേരിയന്റ് ആണ് നെക്സോണിന്റെ ഡീസൽ വേരിയന്റ് വരുന്നത് 1.5 ലിറ്റർ നേരത്തെ വരുന്ന ഡീസൽ തന്നെയാണ്. നമുക്ക് പവർ ഫിഗർ വരുന്നത് 110 PS പവറും അതുപോലെ തന്നെ 260 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കും ആണ് വരുന്നത്. 2020 ടാറ്റ നെക്സോണിൽ BS6 ഡീസൽ എഞ്ചിൻ ആണ് എന്ന് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിക്കോട്ടെ. സോ ഡീസൽ നെക്സോണിന്റെ ആക്സലറേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് സ്പോർട്ട് മോഡിലിടാം. ഭയങ്കര എഫേർട്ട് സ്പോർട്ട് ഡ്രൈവ് മോഡ് ആക്ടിവേറ്റഡ് എന്നൊരു നോട്ടിഫിക്കേഷൻ വരും. സോ നമുക്ക് ഇതിന്റെ ആക്സലറേഷൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഗിയർ 4500 RPM, 4500 RPM ആണ് റെഡ് ലൈൻ വരുന്നത്. തേർഡ് ഗിയറിൽ തന്നെ നമുക്ക് 100 എത്തും. ശരിക്കും അതിനുള്ള ഒരു പ്രോപ്പർ പെർഫോമൻസ് കാണിക്കാൻ പറ്റിയ ഒരു റോഡില്ല. നമ്മൾ ഇന്നലെയൊക്കെ ഹൈവേ ഡ്രൈവിംഗ് ആയിരുന്നു, പ്രോപ്പർലി കംപ്ലീറ്റ് ഹൈവേ ഡ്രൈവിംഗ് ആയിരുന്നു. സ്പോർട്ട് മോഡിൽ ഇടുമ്പോൾ എത്ര പഞ്ചി ആയിട്ടുള്ള ഒരു എഞ്ചിനാണെന്നറിയോ ഈ ഡീസൽ. അതാണ് എൻ്റെ ഒരു ഭയങ്കര ഫേവറേറ്റ് ആവാനുള്ള ഒരു കാരണം. അടിപൊളി പഞ്ചി പെർഫോമൻസ് ആണ് വരുന്നത്. നമുക്ക് 260 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്ക് വരുന്നുണ്ട്. എഫേർട്ട്ലെസ് ആയിട്ട് വണ്ടി കയറിപ്പോവും. കണ്ടില്ലേ, നിങ്ങൾക്ക് എന്താ പറയുക വെഹിക്കിളിന്റെ പുള്ളിങ് പവർ ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എഫേർട്ട്ലെസ് ആയിട്ട് വെഹിക്കിൾ ഇങ്ങനെ കയറിപ്പോയിക്കോളും. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്, പക്ഷേ പവർ സ്റ്റിയറിംഗ് ഭയങ്കര സ്മൂത്ത് ആണ്. ഒറ്റ കയ്യിൽ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് വലിയൊരു അഡ്വാൻറ്റേജ്. നെക്സോണിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ക്രൂസിംഗ് സ്പീഡാണ് ബെറ്റർ. അതായത് അടിപൊളിയായിട്ട് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഹൈവേ ക്രൂസിംഗിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ 140, 130 അതിലൊക്കെ ഒരു വൈബ്രേഷൻസോ കാര്യങ്ങളോ ഇല്ലാതെ വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹൈവേയിലൊന്നും ഒരു രീതിക്കുള്ള എന്താ പറയുക ചെറിയൊരു ഗിയർ ഷിഫ്റ്റ് മതിയാവും, വണ്ടി ഇങ്ങനെ കയറിപ്പോയിക്കോളും. എഫേർട്ട്ലെസ് ആയിട്ട് ഓടിക്കാൻ പറ്റും. നല്ല അടിപൊളി ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ട്. അതായത് ഡീസലിൽ വരുന്ന ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ആവറേജ് ഹൈവേയിൽ വരുന്നത് അപ്രോക്സിമേറ്റ്ലി 18 ഒക്കെ നമുക്ക്
നമുക്ക് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി കിട്ടും. അത് തന്നെ നിങ്ങൾ സിറ്റി ഡ്രൈവിംഗ് ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 14 അല്ലെങ്കിൽ 13 വരെ സിറ്റി ഡ്രൈവിംഗിലും കിട്ടും. അതും ഡീസൻ്റ് ആണ്. സോ അടിപൊളി ഫ്യൂൽ എഫിഷ്യൻസിയും അതുപോലെ തന്നെ ഡ്രൈവിംഗ് നമുക്ക് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റും. അതാണ് നെക്സോണിന്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയർലെസ് ചാർജിങ് ഓപ്ഷൻ വേണമായിരുന്നു, മാപ്പ് നാവിഗേഷൻ വേണമായിരുന്നു, അങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സ് മിസ്സിംഗ് ആണ്. ഡാഷ്ബോർഡ് ലേഔട്ടൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു. ഈ സാധനം എനിക്ക് കണ്ണിന് നേർക്ക് കണ്ടുകൂടാ. കാരണം ഇതിനേക്കാളും ബെറ്റർ എന്തുകൊണ്ടും അനലോഗ് ക്ലസ്റ്റർ തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് പെർഫോമൻസ് ശരിക്കും എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റും ടാറ്റ നെക്സോൺ. എസ്പെഷ്യലി ഇതിന്റെ ഡീസൽ പെട്രോൾ വേരിയന്റിൽ നമുക്ക് 1.2 ലിറ്റർ ടെർബോ എഞ്ചിൻ വരുന്നുണ്ട്. അതിൽ 120 PS പവറാണ് വരുന്നത്. അതും അടിപൊളിയായിരിക്കും ഓടിക്കാൻ. സോ നമ്മൾ ഇതിപ്പോൾ ഓടിക്കുന്നത് ഡീസലാണ്. നെക്സോണിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് വരുന്നത് എനിക്ക് തോന്നുന്നു ഡീസലാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഡീസൽ എന്തുകൊണ്ടും അടിപൊളി തന്നെയാണ്. വേറൊരു കാര്യം എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോൾ ഗിയർ ലിവർ വരുന്നത് കാരണം ഓരോ തവണ നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റ് എൻജോയ് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു പ്രോപ്പർ SUV ഓടിക്കുന്ന ഒരു ഫീലാണ് നെക്സോൺ ഓടിക്കുമ്പോൾ നമുക്ക് വരുന്നത്. അതിനൊരു കാരണം തന്നെയുണ്ട് കേട്ടോ. കാരണം നെക്സോൺ എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സിന്റെ ഒരു കോമ്പാക്ട് SUV ആണ്. ടാറ്റ മോട്ടോഴ്സിൽ ഫസ്റ്റ് ഉണ്ടായിരുന്ന വെഹിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ സുമോ, അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പോൾ പുതിയതായിട്ട് ടാറ്റ ഹാരിയർ വരുന്നുണ്ട്. അതും അടിപൊളി ഒരു പ്രോപ്പർ റഗ്ഗഡ് SUV ആണ്. ടാറ്റ സുമോ ഉണ്ടായിരുന്നു, ടാറ്റ സിയറ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള SUVs ആണ്. പ്ലസ് നമ്മളുടെ ലെജൻഡറി ആയിട്ടുള്ള ടാറ്റ സഫാരി. ഈ SUVs ഒക്കെ അടിപൊളിയായിട്ട് സെയിൽസ് ഉണ്ടായിരുന്നു. അത് ഓടിച്ചവർക്കൊക്കെ അത് ഫേവറേറ്റ് തന്നെയാണ്. വേറെ കുറേ പ്രോബ്ലംസും സർവീസ് ഇഷ്യൂസ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം സോൾവ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു പുതിയ ജനറേഷൻ കാർസ് ടാറ്റയിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ നോക്കുമ്പോൾ ആ ഒരു ജനറേഷന്റെ പെഡിഗ്രി ആഡ് ചെയ്തത് കൊണ്ടാണ് ഈ വെഹിക്കിൾ ഓടിക്കുമ്പോഴും ഒരു പ്രോപ്പർ റഗ്ഗഡ് ഫീൽ നമുക്ക് കിട്ടുന്നത്. അതാണ് വലിയൊരു ഇമ്പോർട്ടന്റ് ടാറ്റ നെക്സോണിന്റെ. കാരണം ബാക്കിയുള്ള കോമ്പാക്ട് SUVs ഓടിക്കുമ്പോൾ ഒരു ചെറിയൊരു കാർ ഓടിക്കുന്ന ഒരു ഫീലേ വരുള്ളൂ. പക്ഷേ ഇത് ഓടിക്കുമ്പോൾ ഭയങ്കര ഒരു റോ പെർഫോമൻസ്, അതുപോലെ തന്നെ ഒരു റഗ്ഗഡ് ഫീൽ കിട്ടും. അതിനിപ്പോൾ ഗിയർ ചേഞ്ച് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ എഞ്ചിൻ ആയിക്കോട്ടെ. എഞ്ചിന്റെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ റിഫൈൻമെന്റ് കിയ അല്ലെങ്കിൽ ഹ്യുണ്ടായി എഞ്ചിൻസിനോടൊപ്പം അത്രയും ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനല്ല, ഒരു റോ ഡീസൽ എഞ്ചിനാണ്. ഡീസൽ എഞ്ചിനിൽ ചെറിയ രീതിക്ക് നോയ്സ് നമുക്ക് ഉള്ളിലോട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ കമ്പയർ ടു BS4 എഞ്ചിൻ ഇത് കുറച്ചുകൂടെ ബെറ്റർ റിഫൈൻഡ് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. സോ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വരുന്നുണ്ട്. ഒരു വീലിൽ ടയർ പ്രഷർ ലോ എന്ന് കാണിക്കുന്നുണ്ട്. അത് നമ്മൾ എത്രയും പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗ്സ് വരുന്നുണ്ട്. പിന്നെ പറയേണ്ട, ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗിൽ 5 സ്റ്റാറാണ് കിട്ടിയിട്ടുള്ളത് ടാറ്റ നെക്സോണിന്. അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു ഓട്ടോ ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. വൈപ്പേഴ്സ് നമുക്ക് റെയിൻ സെൻസിങ് വൈപ്പേഴ്സാണ് വരുന്നത്. എവിടെ തൊട്ട് നോക്കിയാൽ നമുക്ക് ആ ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. ഡൗൺ ഹിൽ അസിസ്റ്റ് നമുക്ക്, അല്ലെങ്കിൽ ഹിൽ ഹോൾഡ് അസിസ്റ്റ് നമുക്ക് ബേസ് വേരിയന്റ് തൊട്ട് അവൈലബിൾ ആണ്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇതൊക്കെയാണ് നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സ്. അതല്ല ട്രാക്ഷൻ കൺട്രോൾ ഓപ്ഷൻ വരുന്നുണ്ട്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം വരുന്നുണ്ട്, ABS വിത്ത് EBD വരുന്നുണ്ട്. സോ സേഫ്റ്റി വൈസ് നെക്സോൺ എന്ന് പറയുന്ന ഒരു പ്രോപ്പർ സേഫ് കാറാണ്. സോ നമ്മൾ നെക്സോൺ ഓടിച്ചു, ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് റിവ്യൂ പറഞ്ഞു തന്നു. ഇതിൽ എന്താ പറയുക, നെക്സോണിൻ്റെ ഒരു വേർഡിക്റ്റ് അല്ലെങ്കിൽ ഒരു എൻഡ് നോട്ട് എന്തൊക്കെയാണ് ഞാൻ സ്പെഷ്യലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെക്സോൺ ബേസിക്കലി ഭയങ്കര റോബസ്റ്റ് ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു കോമ്പാക്ട് SUV ആണ്. ഇന്റീരിയേഴ്സ് സ്പേഷ്യസ് ആണ്. ഞാൻ നേരത്തെ കാണിച്ച പോലെ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്, കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നും ചില പോർഷൻസ്. അതല്ലാതെ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ ഭയങ്കര റോബസ്റ്റ് പെർഫോമൻസും അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിയും ഉള്ള ഒരു കോമ്പാക്ട് SUV ആണ് ടാറ്റയുടെ നെക്സോൺ. സോ ഇത് ഒരു പ്രൈസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് 6.95 lakh തൊട്ടിട്ട് എക്സ്-ഷോറൂം പെട്രോൾ വേരിയന്റിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീസൽ നെക്സോൺ തന്നെയാണ്. കാരണം അതിൻ്റേതായ ഒരു റോ പവറും അതേപോലെ തന്നെ ഡീസലിൻ്റെ മൈലേജ് ബെനിഫിറ്റ്സും കിട്ടും. സോ അതൊക്കെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ ബേസിക്കലി നെക്സോൺ ബാക്കിയുള്ള കോമ്പാക്ട് SUVs ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ബിൽഡ് ക്വാളിറ്റി അതുപോലെ തന്നെ ഭയങ്കര ഒരു ത്രില്ലിംഗ് പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നെക്സോണിൻ്റെ ഡീസൽ തന്നെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു റിയറിൽ ഹെഡ് റൂം കുറച്ച് ടൈറ്റ് ആണ്. അതുപോലെ തന്നെ പുറകിൽ നമുക്ക് ഈ വേരിയൻറ്റിൽ സീറ്റ് ബാക്ക് പോക്കറ്റ്സും അതും അവൈലബിൾ അല്ല. അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് 2-3 പോയിന്റ്സ് ഉണ്ട്. നമുക്ക് ഫ്രണ്ടിലുള്ള സ്പേസസ് അത്ര, അതായത് ഡാഷ്ബോർഡിൽ വരുന്ന സ്പേസസ് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയണം. അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് അല്ലാതെ വേറെ എന്താ പറയുക, എന്തുകൊണ്ടും നെക്സോൺ ഒരു അടിപൊളി കോമ്പാക്ട് SUV ആണ് എന്ന് തന്നെ ഞാൻ പറയും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജസ് കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. സോ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.